കമൻറ്റ് ബോക്സിലാണോ അതോ ഇൻസ്റ്റഗ്രാമിലാണോ എന്നറിയില്ല, ഒരാൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സിനിമയാണ് ദി ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമ. അതൊന്ന് കണ്ടു നോക്കണം, ഒരു ഗംഭീര സിനിമയാണെന്ന്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആയിരുന്നു. എനിക്കത് കാണാൻ തോന്നിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പം ഇടത്തെ കൈ പൊക്കി പിടിച്ച് കിടക്കുന്ന അവളുടെ ഒരു ഫോട്ടോയാണ് അതിൻ്റെ പോസ്റ്ററായിട്ട് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കഥ, ചൈനീസ് സിനിമയാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രസമുള്ള ചൈനീസ് കൊറിയൻ സിനിമകൾ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര രസമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിൽ ഞാൻ സിനിമ കണ്ടു തുടങ്ങി. ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഷീ ചിങ് സൗ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അദ്ദേഹവും ഷോൺ ബേക്കറും കൂടി ചേർന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ജാനൽ സായ്, മാ ഷി യൂൻ, നിന യെ, ബ്രൻഡോ ഹുവാങ്, അക്കിയോ ചെൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു 3 സ്ത്രീകളുടെ സർവൈവിങ് ആണ്. ആ 3 സ്ത്രീകളിൽ ഒരാൾ അമ്മയാണ്, മറ്റേ ആൾ അവരുടെ മൂത്ത മോളാണ്, അടുത്ത ആൾ അതിലെ ഇളയ മോളാണ്. അതായത് ആ 3 സ്ത്രീകളിൽ ഒരാൾ ചൈൽഡാണ്. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആൾക്കാരും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ്, അവരുടേതായിട്ടുള്ള ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ 3 പേരുടെ സർവൈവൽ. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരമ്മയും 2 മക്കളും കൂടി ഒരു തിരക്കേറിയ നഗരത്തിലേക്ക് വരുന്നതാണ്. അവരുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് പതിയെയാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വരുന്നത്. സിനിമ തീരുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ഘടകങ്ങളും ചേർത്തിട്ട് നമ്മൾ എന്താണ് അവരുടെ ശരിക്കുള്ള കഥ എന്നറിയും. അതെന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അവതരിപ്പിക്കപ്പെട്ടത് ഗംഭീരമായിട്ടാണ്. ഇവർ 3 പേരും ആ നഗരത്തിൽ വരുമ്പോൾ ആ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവിന് എന്താണ് പറ്റിയത്, അവരുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു, മകൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും ഇളയ മോള്, അവൾ ഈ ലോകത്തിൻ്റെ യാതൊരു കളങ്കങ്ങളും അറിയാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുന്നിലേക്ക് പലതരം കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് വരുന്നുണ്ട്. അവൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവളുടെ ചേച്ചിയും അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ പയ്യെ നമ്മുടെ മുന്നിൽ ഓപ്പണായി വരുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ ഉണ്ടല്ലോ, ആ കുഞ്ഞുകുട്ടി, അവളുടെ ഇമോഷൻസ്, അവൾ കാണുന്ന ആംഗിളിൽ ആ ലോകത്തിനെ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ ചിലത് ഭയങ്കര മീനിങ്ലെസ് ആണ്, ഒന്നുമില്ല, എന്ത് ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ കാണിക്കുന്നത്. എന്നാൽ അതേസമയം ചില കാര്യങ്ങൾ വളരെ പെയിൻഫുള്ളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകളാണ്. സിനിമയിലെ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിലേഷൻഷിപ്പുകൾ തന്നെയാണ്. ഈ അമ്മ മകൾ റിലേഷൻഷിപ്പില്ലേ, 1 2 3 4 ജനറേഷനിലോ മറ്റോ ഈ അമ്മ മകൾ റിലേഷൻഷിപ്പ്, അമ്മയും മകളും തമ്മിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മമാർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, മക്കൾ എന്താണ് അവരുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്, ഓരോ ജനറേഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് തുടങ്ങി ഇത്രയും ഈ അമ്മ മക്കൾ പരിപാടികളുണ്ടല്ലോ, അത് സിനിമയിലുണ്ട്. സിനിമ മുഴുവൻ തീരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും തിരിച്ച് ആലോചിച്ച് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പനിലൂടെയാണ് ഈ യാഥാസ്ഥിതിക ചിന്തകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ അപ്പൂപ്പൻ കുഞ്ഞ് കോൺവെർസേഷൻ, അപ്പൂപ്പനെ ഡീൽ ചെയ്ത രീതി ഒക്കെ എനിക്ക് ഗംഭീരമായിട്ടാണ് തോന്നിയത്. രണ്ടാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. എല്ലാവരും ഗംഭീരമായിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച്. ചൈനയിലുള്ള അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിലേറ്റബിൾ ആവണമെന്നില്ല. എന്നാൽ അതേസമയം നമ്മളൊക്കെ ഏഷ്യയിൽ ജീവിക്കുന്ന ആളുകളാണ്, നമ്മുടെ ഫാമിലി വാല്യൂസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് റിലേറ്റബിളും ആയിരിക്കും. ആ കഥാപാത്രങ്ങളെ അവർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ. അതായത് ഓരോ ജനറേഷനിൽ, ഞാൻ പറഞ്ഞില്ല ഇത്ര വർഷങ്ങളിൽ ജനിച്ചാണല്ലോ നമ്മൾ ഈ പല ജനറേഷൻ ആവുന്നത്. അപ്പോൾ ഓരോ ജനറേഷനിലുള്ള ആളുകളും ഓരോ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ കഥാപാത്രങ്ങളെയും ഡിഫറെൻ്റ് ആയിട്ട് അവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയാണ് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ സിനിമയുടെ ഒരുപക്ഷെ ഒരു 50% വർക്കും കഴിഞ്ഞത് ഈ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്തപ്പോഴായിരിക്കും. കാര്യം അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. അതിൽ തന്നെ ആ കുഞ്ഞു കുട്ടി, അതിനെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു, ചില സിറ്റുവേഷൻസിലുള്ള അവളുടെ ഇമോഷൻസ് അവൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഗംഭീരമാണ്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ് ഞാൻ പറയും. അതിൽ ഈ മ്യൂസിക് എലമെൻറ്റ്സ് വന്നു പോകുന്നത്, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ഹാൻഡഡ് ഗേളിൻ്റെ ലെഫ്റ്റ് ഹാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയുമായി ബന്ധപ്പെട്ട് അവൾ ചെയ്യാൻ ഇറങ്ങുന്ന കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ആ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ കൊടുക്കുന്ന മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള വർക്കാണ്. പിന്നെ സൗണ്ടിങ്, നമ്മൾ കാണുന്നത് വളരെ തിരക്കേറിയിട്ടുള്ള ചൈനയിലെ ഒരു നഗരമാണ്, അവിടുത്തെ രാത്രി ജീവിതങ്ങളാണ്. അതിൻ്റെ കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റിലെ സൗണ്ട്സിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ ആ സൗണ്ട് സ്കേപ്പ് നമ്മൾ പറയില്ല, അത് ഭയങ്കര രസമായിരുന്നു. വിഷ്വൽസും ഗംഭീരമായിട്ടാണ് തോന്നിയത്. സിനിമ തുടങ്ങുമ്പോൾ ആ കുഞ്ഞു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാലിഡോസ്കോപ്പ് വെച്ച് അവൾ കാണുന്ന കാഴ്ചകളുമായിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. വളരെ ഡ്രീമി ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഇവർക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളാണല്ലോ കുഞ്ഞു കുട്ടികളുടെ ഉള്ളിലുണ്ടാവുക. ഈ അമ്മയ്ക്കും മകൾക്കും ഒക്കെ ഉള്ളതും ഈ പറയുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളാണ്. പക്ഷേ അതൊക്കെ പല രീതിയിലാണ്, പല സ്കെയിലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കുഞ്ഞിൻ്റെ കാഴ്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് സിനിമയിൽ ഉടനീളം അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആ ഒരു ഫീലുണ്ട്. അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്, ഏറ്റവും ചുരുങ്ങിയ സ്ഥലമുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും
വലിയ സ്ഥലത്ത് പക്ഷേ കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന ആ തിരക്കേറിയ സ്ട്രീറ്റ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളെയും കൃത്യമായി മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ഉള്ളത്. ആൻഡ് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം സിനിമയുടെ ഒരു ടോട്ടൽ തീം എന്നൊക്കെ പറയാവുന്ന, കാരണം ലൈഫ് അത്ര ഈസി ഒന്നുമല്ല. ഈ ലോകത്ത് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട്, ഓരോ കുടുംബങ്ങൾക്കും ഓരോ സീക്രട്ടുകളുണ്ടാവും, ഓരോ വ്യക്തികൾക്കും ഓരോ സീക്രട്ടുകളുണ്ടാവും, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും എൻഡ് ഓഫ് ദ ഡേ വാട്ട് മാറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിരിയാണ്. നമുക്ക് രസമായിട്ട് കുറച്ച് സമയം ചിരിച്ചിരിക്കാൻ പറ്റുക, ഉള്ളു തുറന്ന് ചിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക. എനിക്ക് സിനിമ അവസാനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ, അവളുടെ ആ ഹാപ്പിനെസ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ബാക്കി ഈ പറയുന്ന തിരക്കുകളും പ്രശ്നങ്ങളും ബഹളങ്ങളും എല്ലാം നടക്കുമ്പോഴും എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഉള്ളു തുറന്ന് കുറച്ച് കാലം ചിരിക്കാൻ പറ്റുക എന്ന് പറയില്ലേ, അതൊരു ഭയങ്കര ഒരു റിയലൈസേഷൻ പോലെയായിരുന്നു എനിക്ക്. ഇതിൻ്റെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് തീമുണ്ട്. ഈ സിനിമ കാണുന്ന ഓരോ ആളുകൾക്കും ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങളിതിൽ ഏത് കഥാപാത്രത്തിനോടാണ് കൂടുതൽ ലിങ്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനുമായിട്ടാണ് കൂടുതൽ കണക്റ്റ് ആവുന്നുള്ളത് എന്നുള്ളതനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് എടുക്കാൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിനിമ ചൈനീസ് സിനിമയാണ്, ആ ഭാഷയിലാണ്, ഞാൻ ആ ലാംഗ്വേജിൽ വിത്ത് സബ് ടൈറ്റിലാണ് കണ്ടത്. പിന്നെ ഇതിനകത്തുള്ള ചില മൊമെൻറ്റ്സ് കുറച്ച് ഒരുപാട് ഓപ്പണായിട്ട് കാണിക്കുന്നില്ല, പക്ഷേ സെക്ഷൽ രംഗങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് സിനിമയിൽ ആ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി അനിവാര്യമായിട്ടുള്ളതാണ്. സോ കുട്ടികളുമായിട്ടിരുന്ന് കാണുമ്പോൾ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല ഈ സിനിമ, കാരണം പിള്ളേർ ചോദിക്കും അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അറിയാത്തൊരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊരു മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെയാവും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായി ഇരുന്ന് കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സിനിമയല്ല, കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സീരിയസ് സിനിമ വാച്ചിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ZEE5ലും സോണി ലിവിലും ഒക്കെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. എല്ലാ സിനിമകളും എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളിൽ ഗംഭീര സിനിമകളിൽ നിങ്ങൾക്ക് തോന്നുന്ന സിനിമകൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സമയം പോലെ നമുക്ക് വേറെയും സിനിമകളും റിലീസാവുന്ന പടങ്ങളൊക്കെ കാണണമല്ലോ. ഷോർട്ട് ഫിലിംസൊക്കെ ഒരുപാട് ആളുകൾ അയച്ചു തരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു തീർത്ത് അതിൻ്റെ കൂടെ നിങ്ങളുടെ സജഷൻസും കൂടി കണ്ടിട്ട് നമുക്ക് പതിയെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ പരിഗണിക്കുക.